എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. ഞാൻ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഡൗട്ടാണ്. എൻ്റെ അടുത്ത പേഷ്യൻസ് വരുമ്പോൾ പലപ്പോഴും അത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടുതലായിട്ടും കണ്ടുവരുന്ന സ്ത്രീകളിലാണ്. എന്നാൽ തന്നെയും ആണുങ്ങളിലും ഈ ഡിസോർഡർ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഏകദേശം ഒരു 4 ആൾക്കാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ 3 ആൾക്കാർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള 4 ആൾക്കാരിൽ 3 ആൾക്കാർ സ്ത്രീകളായിരിക്കും. അതേ സമയത്ത് ഒരാൾ എന്ന് പറയുന്നത് പുരുഷനായിരിക്കും. അതായത് 100 ആൾക്കാരിൽ 25 ആണുങ്ങളും 75 സ്ത്രീകൾക്കാണ് ഡിസോർഡർ നമ്മൾ കണ്ടുവരുന്നത്. ഇനി ഇങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാരിൽ അവർ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വളരെ കോമൺ ആയിട്ട് അവർക്കുള്ളൊരു സംശയമാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ തരത്തിലാണോ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ സിംറ്റംസ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത്. നമ്മൾ സിംറ്റമാറ്റോളജിയെ കുറിച്ചിട്ട്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ സയൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇതിന് മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു വീഡിയോയും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ അതിൽ പരാമർശിക്കാത്തൊരു കാര്യമാണ്, സാധാരണയായിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർക്ക് ഡയഗ്നോസ് ചെയ്യാവുന്ന കോമൺ ആയിട്ടുള്ള സിംറ്റംസ് നമ്മൾ കണ്ടുവരാറുണ്ട്. സോ അത് പ്രകടിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യാസമുള്ളതാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും സോഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന രീതി, നമ്മുടെ സമൂഹത്തിൽ അവരുടെ അടുത്തുള്ള എക്സ്പെക്ടേഷൻ ലെവൽ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുള്ളതാണ്. അവർക്ക് ഇടപഴകാനായിട്ടുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവർക്കുള്ള സ്വാതന്ത്ര്യങ്ങളിലും ചെറുതായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇന്ന് നമുക്ക് കാണാവുന്നതാണ്. പണ്ടത്തെ ഒരു 20-30 വർഷത്തെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയായി വന്നിട്ടുണ്ട്. എന്നാലും ഇന്നും നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ചില മേഖലകളിൽ കൂടുതൽ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അവസരവും നമുക്ക് കൂടുതൽ കാണാവുന്നതാണ്. സ്ത്രീകൾക്ക് കുറച്ച് അത് കുറഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു പുരുഷന് ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അവർക്ക് രാത്രി പുറത്തിറങ്ങിയിട്ട് ഒരു കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനോ കമ്പനി അടിച്ചിരിക്കാനായിട്ടുള്ള സാഹചര്യമൊക്കെ വളരെ ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ ഒരു അഡോളസന്റ് പ്രായത്തിൽ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് അത്തരത്തിലുള്ളൊരു സാഹചര്യം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ആ ഉള്ളൊരു സോഷ്യൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പ്രകടമാക്കുന്ന സ്ത്രീയും പുരുഷനിലും സിംറ്റംസും വ്യത്യസ്ത രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദേഷ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആണുങ്ങളുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഓവേർട്ട് ഫോമിലുള്ളതോ വെറബൽ അബ്യൂസ് രീതിയിലുള്ളതോ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്ത്രീകളും അത്തരത്തിൽ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അതിന്റെ ആ ഡൈനാമിക്സും കുറച്ച് വ്യത്യാസമാണ്. അവരൊരു പക്ഷെ പിണങ്ങിയിരിക്കുന്ന അവസ്ഥയായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പൊടുന്നതിനെ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാവുന്നതാണ്. ഇനി സിംറ്റംസിലെ ഒരു വ്യത്യാസമായിട്ടുള്ള ഇമ്പൾസീവ് ബിഹേവിയറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ സാധാരണയായിട്ട് കാണിക്കാറുള്ള ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് പറയുന്നത് റാഷ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, മദ്യപാനമോ അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകളോ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയായിട്ടുള്ള ഇമ്പൾസീവ് ബിഹേവിയർ ആണ് നമുക്ക് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. കൂടാതെ തന്നെ ചില പുരുഷന്മാരിൽ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ, അതായത് സൊസൈറ്റിക്ക് ഒതുകാത്ത തരത്തിലുള്ള മോഷണമോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കലുകളോ ആന്റി സോഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളോ കൂടുതലായിട്ട് നമുക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുള്ള ആണുങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തില് പൊടുന്നതിനെ തന്നെ ദേഷ്യപ്പെടുന്നതും വഴക്കുണ്ടാക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായിട്ട് ആണുങ്ങൾക്ക് ആ പുരുഷന്മാർക്ക് പലപ്പോഴും നമ്മൾ ഇന്റർമീഡിയറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വേറെ രോഗാവസ്ഥയും ഡയഗ്നോസ് ചെയ്യാറുണ്ട്. സോ ഇത്തരത്തിൽ ആണുങ്ങളിൽ കാണുമ്പോൾ സ്ത്രീകളിൽ കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് സ്ട്രെസ് വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഈറ്റിംഗ് ഡിസോർഡർ, കൂടുതലായിട്ട് ഭക്ഷണം ഒരേ സമയത്ത് ഇരുന്ന് കഴിക്കുന്ന ബിഞ്ച് ഈറ്റിംഗ് ആയിട്ടുള്ള അവസ്ഥയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ കാണാൻ പറ്റുന്ന ലക്ഷണം എന്ന് പറയുന്നത്. സ്ത്രീകളും പൊട്ടിത്തെറിക്കുന്നവരുണ്ട്, പക്ഷെ കൂടുതലായിട്ടും സ്ട്രെസ് ഈറ്റിംഗ് മുതലായിട്ടുള്ള അവസ്ഥ നമുക്ക് സ്ത്രീകളിൽ കാണാവുന്നതാണ്. ഇനി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ടുള്ള സെൽഫ് ഹാർമിംഗ് ബിഹേവിയർ എടുക്കുകയാണെങ്കിൽ അതിൽ പുരുഷന്മാരിൽ വളരെ വ്യത്യസ്ത തരത്തിലുള്ള സെൽഫ് ഹാർമിംഗ് ബിഹേവിയറുകൾ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് ചുമരിൽ തലയിടിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കൈകൊണ്ട് ചുമരിൽ ഇടിക്കുന്ന സ്വയം വേദനിപ്പിക്കുന്ന അവസ്ഥ, കട്ടിംഗ് ബിഹേവിയറും കാണാവുന്നതാണ്. കൂടാതെ ശരീരത്തിൽ തന്നെ കടിക്കുക, അത്തരത്തിലുള്ള പല വ്യത്യസ്ത തരത്തിലുള്ള സെൽഫ് ഹാർമിംഗ് ബിഹേവിയറും പുരുഷന്മാരിൽ കാണാം. സ്ത്രീകളിലും ഇതിൽ ചിലതൊക്കെ പ്രോമിനന്റ് ആയിട്ട് കാണാറുണ്ട്.
എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് വരുന്ന സ്ത്രീകളിൽ കാണുന്ന ഒരു ലക്ഷണമാണ് കട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അമിതമായിട്ടൊരു ഇമോഷണൽ സ്ട്രെസ് വരുന്ന സമയത്ത്, അമിതമായിട്ടൊരു ഇമോഷണൽ പെയിൻ വരുന്ന സമയത്ത് ആ വേദനയെ അകറ്റാൻ എന്ന വണ്ണം അവർ ശരീരത്തിലെ കയ്യിലോ അല്ലെങ്കിൽ തൊടയിലൊക്കെ കട്ട് ചെയ്യുന്ന തരത്തിലുള്ള കട്ടിംഗ് ബിഹേവിയേഴ്സ് കാണാവുന്നതാണ്. സോ ഇത്തരത്തിലാണ് ഈ സെൽഫ് ഹാമിംഗ് ബിഹേവിയർ ഇവരിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി എൻ്റെ അടുത്ത് വരുന്ന BPD അനുഭവിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകളും തെറാപ്പിക്ക് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഇമോഷണൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ഏകദേശം ഒരേ ലെവലിലുള്ളത് തന്നെ ആയിരിക്കും. പക്ഷേ തെറാപ്പിയിലൂടെ അത് കുറഞ്ഞു വന്ന് അവർക്കുണ്ടാവുന്ന വേദനകളെയും മറ്റും ആരോഗ്യപരമായിട്ട് നേരിടാനാണ് പഠിച്ചെടുക്കുന്നത്. ഇനി ഈ തെറാപ്പി സീക്ക് ചെയ്യുന്നതിൽ ഒരു പ്രധാന വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് കൂടുതൽ തെറാപ്പിക്ക് വരാനും തെറാപ്പിയിൽ കണ്ടിന്യൂ ചെയ്യാനുമായിട്ടുള്ള ആ ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം പുരുഷന്മാർ ഇത്തരത്തിലുള്ള പ്രശ്നമായിട്ട് തെറാപ്പിക്ക് വന്നാൽ തന്നെയും അത് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ തെറാപ്പി ഇടയിൽ അവസാനിപ്പിക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. ഇത് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും BPD അനുഭവിക്കുന്ന പുരുഷന്മാർ തെറാപ്പി ഇടയിൽ വെച്ച് അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ തെറാപ്പി നേടിയെടുക്കാൻ തന്നെ തയ്യാറാകാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാറ്. അതേസമയം സ്ത്രീകൾ കുറച്ചും കൂടി ഒരു അഡാപ്റ്റീവ് ആണ്. അവർ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയി തെറാപ്പി നേടിയെടുത്ത് പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് വളരെ മനസ്സുള്ളവരാണ് സ്ത്രീകൾ. സോ ഇതാണ് പ്രധാനമായിട്ടും പുരുഷന്മാർക്കും സ്ത്രീകളിലുമുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ചാനലിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അമർത്തുക. ഇത് നിങ്ങളുടെ ഉറ്റവരിലോട്ട് അവർക്ക് ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തും കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള കണ്ടന്റ്സ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.